അവൻ കാണാമറിയത്ത് ഒളിച്ചു കളയും. കള്ളനാ, മഹാകള്ളൻ. ആരാണ് അയാൾ? മഹാകള്ളനെന്നാണല്ലോ വിശേഷിപ്പിച്ചത്. ആരാണ് ഈ കള്ളൻ? ആരാണെന്നോ? ദ്വാപരയുഗത്തിൽ കള്ളൻ എന്ന് സ്നേഹത്തോടെ ഗോപിമാർ വിളിച്ചിരുന്നത് ഒരാളെ മാത്രമാണ്. ഇത് ദ്വാപരയുഗമല്ല, കലിയുഗമാണ്. ആണോ? എങ്കിൽ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്? ആര് വിളിച്ചു? ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനും നിങ്ങളും മാത്രമല്ലേ ഉള്ളൂ. സത്യം, ഇപ്പോൾ നമ്മൾ രണ്ടുപേർ മാത്രം. നേരത്തെ ഞാൻ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചത് നിങ്ങൾ തന്നെ ആകണം. ആരും വിളിക്കാതെ, ആരുടെയും ക്ഷണം ലഭിക്കാതെ എനിക്കിവിടെ വരാനാവില്ല. എന്തായാലും ഞാനൊരു തർക്കത്തിനൊരുക്കമല്ല. എന്റെ ഈ മുറിയിൽ വന്ന സ്ഥിതിക്ക് അല്പനേരം വിശ്രമിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞ് കുറേയേറെ സംശയങ്ങൾ നിവർത്തിച്ച് എന്നിട്ട് പോയാ പോരെ? നിങ്ങൾ പറയുവോളം ഞാൻ ഇവിടെ നിന്ന് പോകില്ല. എനിക്ക് സന്തോഷമായി. സത്യത്തിൽ കൂടുതൽ സന്തോഷം എനിക്കാണ്. ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥി എന്ന മട്ടിൽ എന്നോട് പെരുമാറിയില്ലല്ലോ, അത് തന്നെ വലിയ സന്തോഷം. വിളിച്ചുവെന്ന് ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. വിളിക്കാതെ എനിക്ക് വരാനാകില്ല എന്ന് ഞാനും പറഞ്ഞതല്ലേ. ശരിയാണ്, ഈ തർക്കം നമ്മൾ അവസാനിപ്പിച്ചതായിരുന്നു. എങ്കിലും വന്ന സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെട്ടിക്കൂടെ? ആരാണ്, എന്തിനാണ്, എങ്ങനെയാണ്? ചോദ്യങ്ങൾ നിരവധിയാണ് എന്റെ ഉള്ളിൽ. ഞാൻ കേവലം ഒരു ഗോപിക, ദ്വാപരയുഗത്തിലെ അമ്പാടിയിൽ നിന്നും വരുന്നു. എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ വിളിച്ചത് കൊണ്ട് വന്നു എന്നുത്തരം. എങ്ങനെ എന്ന് ചോദിച്ചാൽ നിന്റെ മനോരഥത്തിന്റെ വേഗത നീ പോലും അറിയുന്നില്ല എന്നുത്തരം. മനോരഥമേറി വന്ന അല്ലി
നോക്കട്ടെ. കണ്ണനെ കണ്ട കണ്ണുകൾ ഞാനൊന്ന് കാണട്ടെ. അവന്റെ കിന്നാരം കേട്ട ഈ കാതുകളിൽ ഞാനൊന്ന് സ്പർശിച്ചോട്ടെ. അവന്റെ കുസൃതികൾക്ക് വിധേയമായ ഈ ഉടൻ ഞാനൊന്ന് വാരി പുണരട്ടെ. ഹരിത, ഹരിത, നീ മനസ്സിലാക്കിയതെല്ലാം തെറ്റാണ്. ഞാൻ മനസ്സിലാക്കിയതല്ല, നീ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സത്യം, നീ കേട്ടതും സത്യം. പക്ഷെ മനസ്സിലാക്കിയത് തെറ്റ്. കണ്ണനെ ഞാൻ അറിയും, പക്ഷെ അവൻ എന്നെ അറിയില്ല. കള്ളം, പച്ച കള്ളം. അമ്പാടിയിലെ ഗോപിമാർക്ക് കേവലം കളിക്കൂട്ടുകാരനോ കളിത്തോണ്ടോ മാത്രമായിരുന്നില്ല കണ്ണൻ. അവരുടെ മാനസേശ്വരനായിരുന്നു. അവരുടെ എല്ലാം എല്ലാമായിരുന്നു. എന്റെയും എല്ലാം എല്ലാമായിരുന്നു. മറ്റു ഗോപികമാരെ പോലെ അവനോടൊപ്പം അമ്പാടിയിലെ കാട്ടിലും വീട്ടിലും എല്ലാം കളിച്ചു നടക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ആ കാലം എല്ലാം ഓർമ്മകളുടെ ഓണപ്പരപ്പിൽ പൊങ്കുതടി പോലെ എപ്പോഴും എപ്പോഴും തോന്നി. അടുക്കളയിലെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ പെണ്ണേ? ഞങ്ങൾ വെള്ളമെടുക്കാൻ പുഴയ്ക്കരികിലേക്ക് പോയപ്പോഴേ നിന്നെ വിളിച്ചതാ. നീ വന്നില്ല. ഇവിടെ അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ അടുക്കളയിലെ തീയും പുകയും കൊണ്ട് കിടന്നോ? വെള്ളമെടുക്കാൻ അപ്പോൾ പോയി നിങ്ങൾ ഇപ്പോഴാണോ മടങ്ങി വരുന്നത്? എന്താ ഇത്രയും താമസിച്ചത്? നല്ല വഴി. കണ്ണനെ കണ്ടു, അത്ര തന്നെ. കണ്ണനെയോ? യശോദാനന്ദനൻ കണ്ണനെയോ? അവനെ കണ്ടാൽ ഇത്രയും താമസിക്കുമോ? സംശയമുണ്ടോ? കണ്ണനെ കണ്ടിട്ടും ഇത്രയല്ലേ താമസിച്ചുള്ളൂ എന്ന് വേണം കരുതാൻ. എന്നാലും ഇത്രയും താമസിപ്പിക്കാൻ അവൻ എന്താ നിങ്ങളെ ചെയ്തത്? അയ്യോ, കുസൃതിക്കുട്ടനല്ലേ? എന്താ ചെയ്തത് എന്നല്ല, എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കും. സത്യം, അവൻ ചെയ്യാത്തതൊന്നുമില്ല. കുറുമ്പ് കൂടുമ്പോൾ എനിക്ക് അവനോട് പിണങ്ങാൻ തോന്നും. പക്ഷെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ പിണക്കമെല്ലാം ഓടി മറയും. എന്നാലും അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല. ഇന്ന് അടുത്ത് വാ, ആദ്യം പറയാം. ചുമ്മാ കള്ളം പറയല്ലേ. ഇവൾ പറഞ്ഞത് കള്ളമാണോ എന്ന് എനിക്കറിയില്ല. എന്നോട് ചെയ്തത് ഞാൻ പറയാം. നുണ, നുണ, കല്ല് വെച്ച നുണ. കല്ലല്ല, കരിങ്കല്ല് വെച്ച നുണ. നീ അങ്ങനെ കരുതിയാൽ മതി. ഒരു കാര്യം കൂടി, നാളെ വെള്ളമെടുക്കാൻ ഞങ്ങൾ പുഴക്കരികിലേക്ക് പോകുമ്പോൾ നീ കൂടി വാ. എന്നിട്ട് നിന്റെ ഈ ഉണ്ട കണ്ണുകൾ കൊണ്ട് കണ്ണന്റെ ലീലാവിലാസങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടറിഞ്ഞ് വിശ്വസിച്ചാൽ മതി. നീ വഴി. പിന്നീട് എത്ര എത്ര പ്രഭാതങ്ങൾ അമ്പാടിയിൽ ഉദിച്ചു അസ്തമിച്ചു. പക്ഷെ ഗോപികമാരോടൊപ്പം പോകാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു നാളിലും. അതുകൊണ്ട് തന്നെ കണ്ണനെ കാണാനോ അവന്റെ വാചാലങ്ങളിൽ സ്വയം മറന്നിരിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അവൻ എങ്ങനെ എങ്ങനെ എന്നെ അറിയും? ആരാത്? കയറി വരൂ. അല്ല, ഇതാരോ ഉദയനോ? എന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാത്തൊരു വരവ്? അതൊക്കെ പറയാം. ആദ്യം ഈ തുളസി ചെടി. തുളസിച്ചെടി ഇവിടെ ധാരാളം ഉണ്ടല്ലോ ഉദയ. എന്നാലും തുളസിയല്ലേ, വേണ്ടാന്ന് പറയില്ല. ഇരിക്കട്ടെ. ടീച്ചറെ, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ല. എവിടെ നിന്നായാലും എന്താ, തുളസിയല്ലേ. ടീച്ചറിന് അറിയണ്ടെങ്കിലും ഞാൻ പറയാം. ഇവിടെ അടുത്ത് ശാന്തിനികേതൻ സ്കൂളിൽ
വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. മുഖ്യ അതിഥി ഞാനായിരുന്നു. പോരാ നേരം കൂട്ടിനായി ഒരു തുളസിയും തന്നു. അതാ ഈ തുളസി. മരം നട്ടുപിടിപ്പിക്കുന്ന ചടങ്ങൊക്കെ ഇപ്പൊ സ്കൂളുകളിൽ സജീവമാണല്ലേ? നല്ലത്, വളരെ നല്ലത്. നല്ലതെന്ന് 40 വട്ടം പറഞ്ഞാലും അധികമാവില്ല. എല്ലാത്തിന്റെ തുടക്കം ഇവിടെ നിന്നല്ലേ? എവിടെ നിന്ന്? ഇവിടെ നിന്ന്, ഈ മുറ്റത്ത് നിന്ന്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടീച്ചറുടെ ഹൃദയത്തിൽ നിന്ന്. അബദ്ധം പറയാതിരിക്കൂതേ. വനനശീകരണത്തിനെതിരെയും വനവൽക്കരണത്തിന് അനുകൂലമായും പണ്ടും ഏറെ പേർ ശ്രമിച്ചിരുന്നു. ശരിയായിരിക്കാം. അതൊക്കെ ഒറ്റപ്പെട്ട വനരോധനങ്ങൾ മാത്രമായിരുന്നു. കേരളത്തിലെങ്കിലും അതൊരു മഹാപ്രസ്ഥാനമായി മാറ്റാൻ ടീച്ചറുടെ നേതൃത്വ പാഠത്തിന് കഴിഞ്ഞു. അപരാജിതയുടെ നേതൃവൈഭവം. അപരാജിത? ആര്? ഞാനോ? എന്തർത്ഥത്തിലാണ് അപരാജിത എന്ന പദം എന്നെ വിശേഷിപ്പിക്കാൻ ഉദയൻ തെരഞ്ഞെടുത്തത്? ആ പദത്തിന് ഒരർത്ഥമേ ഉള്ളൂ. തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ, പരാജയപ്പെടുത്താനാകാത്തവൻ. അർത്ഥം അറിഞ്ഞിട്ടുണ്ട്. ആ പദം എന്നെ വിശേഷിപ്പിക്കാൻ എങ്ങനെ തെരഞ്ഞെടുത്തു ഉദയ? അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അറിവില്ലായ്മ കൊണ്ടുള്ള ധാരണയാണ് ഉദയ. ഞാൻ നയിച്ച യുദ്ധമെല്ലാം തോറ്റിട്ടേ ഉള്ളൂ. എങ്കിലും യുദ്ധം ചെയ്യാതിരിക്കാൻ എനിക്കാകുമായിരുന്നില്ല. തോൽക്കുന്ന യുദ്ധം ചെയ്യാനും ആളുണ്ടാവണമല്ലോ. എന്താ ടീച്ചർ ഈ പറയുന്നത്? ചെയ്ത യുദ്ധമെല്ലാം പരാജയപ്പെട്ടു പോയി. ഇത്ര വേഗം മറന്നുപോയോ ആ താഴ്വരയിൽ? സിംഹവാലൻ കുരങ്ങയുടെ ആവാസ സ്ഥലത്തെ അപൂർവ ഇനം സസ്യജാലങ്ങൾ നിറവും മണവും പകരുന്ന ആ നിശബ്ദ താഴ്വരയെ. ഓ, സൈലന്റ് വാലി. വല്ലാത്തൊരു പരവേശം. ഉദയ, ഒരു നിമിഷം ഞാൻ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചുപോയി. ഹെൻറി കൃഷ്ണഭാര്യയുടെ നിർദ്ദേശപ്രകാരം നിശബ്ദ താഴ്വരയ്ക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിയ ആ കാലത്തിലേക്ക്. മുന്നിൽ നിന്ന് നയിക്കുക മാത്രമായിരുന്നില്ല എന്റെ ജോലി. പ്രതിരോധിക്കാൻ ഒരു വലിയ പ്രസ്ഥാനത്തെ പടുത്തുയർത്തേണ്ട ഉത്തരവാദിത്വവും എനിക്കായിരുന്നു. എനിക്കറിയാൻ ടീച്ചർ, ആ മഹാപ്രസ്ഥാനത്തിൽ ഒരു ചെറിയ കണ്ണിയാകാൻ എനിക്കും അവസരം ലഭിച്ചു. ഫലം എന്താകുമെന്നറിയാതെ സമരം ചെയ്യാൻ ഇറങ്ങിയ ബുദ്ധിശൂന്യായ സാഹിത്യകാരി. അക്കാലത്ത് എനിക്ക് ലഭിച്ച വിശേഷണങ്ങൾ ഒന്നായിരുന്നു. ഈ പാഴ്വേലയ്ക്ക് നേരം കളയാതെ ആ നേരത്ത് നല്ല 4 വരി കവിത എഴുതിക്കൂടെ എന്ന് ചോദിച്ചവരും കുറവല്ല. ശരിയാണ്. എങ്കിലും ഒടുവിൽ സൈലന്റ് വാലിയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ നിശബ്ദ താഴ്വരയുടെ ഭംഗി ഇന്നും അഭംഗുരം തുടരുന്നു. അതുവരെ തള്ളി പറഞ്ഞവർക്കും പുച്ഛിച്ചവർക്കും ഇതുപോലൊരു ജാള്യത വരാനില്ല. അത് മറക്കാൻ പാണന്മാരെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള അഭിനന്ദന വചസ്സുകളല്ലേ. എന്റെ മനസ്സിന്റെ ത്രാസിൽ ഇകഴ്ത്തലുകൾക്കും പുകഴ്ത്തലുകൾക്കുമെല്ലാം ഒരേ ഘനമാണ്. ആക്ഷേപങ്ങളുടെ ദുർഗന്ധവും അഭിനന്ദനങ്ങളുടെ സുഗന്ധവും എനിക്കൊരുപോലെയാണ്. ഹലോ ഹലോ, അതെ, ഉദയനാണ്. ഞാൻ ഇവിടെ ടീച്ചറുടെ വീട്ടിലുണ്ട്. എന്ത് മരം മുറിക്കുന്നു? ആൽമരം? ഇല്ല ഇല്ല, ടീച്ചറെ കിട്ടില്ല. ടീച്ചർക്ക് സുഖമില്ലാതിരിക്കേ. പറയുന്നത് മനസ്സിലാക്കൂ. ടീച്ചറിന് സുഖമില്ല, അതുകൊണ്ടാ. ഉദയ, ആരാ ഫോണിൽ? അതെ, കുറച്ച് പ്രകൃതി സ്നേഹികളാണ്. ശാസ്ത്രമംഗലത്ത് ആൽമരം മുറിക്കാൻ പോകുന്നു. അതിൽ പ്രതിഷേധിച്ച് അവരൊരു ധർമ്മ സംഘടിപ്പിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ ടീച്ചറെ കിട്ടുമോ എന്ന്. ചെല്ലാന്ന് പറയൂ ഉദയ. അത് വേണോ ടീച്ചറെ?
ടീച്ചറോട് സംസാരിച്ചു. ടീച്ചർ സമ്മതിച്ചു. സുഖമില്ലാതിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാ ടീച്ചർ സമ്മതിച്ചത്. എന്തിനാ ഉദയ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ ആ ധർമ്മയ്ക്ക് പോകരുതെന്നല്ലേ ഉദയ നിർബന്ധിച്ചത്? എന്റെ ടീച്ചറെ, അങ്ങനെ ചില തടസ്സവാദങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ടീച്ചറിന് ഇവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നിനും നേരം കിട്ടില്ല. ഇപ്പോഴേ പ്രകൃതി സ്നേഹം എല്ലാവർക്കും അല്പം കലച്ചല. അത് നല്ലതല്ലേ? നല്ല എന്റെ ടീച്ചറെ, ഇതൊക്കെ പത്രക്കാരെയും ചാനലുകാരെയും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. സാരമില്ല, നമുക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട. എന്തായാലും നാളെ ശാസ്ത്രമംഗലത്ത് ധർമ്മ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ ഉദയനും കൂടി വരണം കേട്ടോ. അത് വേണോ ടീച്ചറെ? അത് വേണം. പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ കണ്ട മതി മറക്കാത്ത ആരെങ്കിലും ഒക്കെ വേണ്ടേ ഉദയ? മാത്രമല്ല ഉദയനുള്ളതായി എനിക്കൊരു ധൈര്യം. ടീച്ചർ ഉള്ളതാണ് അവിടെ വരുന്ന എല്ലാവരുടെയും ധൈര്യം. ഈ പറയുന്ന എന്റെ ധൈര്യവും അതാണ്. അപ്പോഴേ ടീച്ചറെ, ഞാൻ ഇറങ്ങട്ടെ. നാളെ ശാസ്ത്രമംഗലത്ത് കഴിഞ്ഞില്ല, കുറച്ച് ചെടികൾ കൂടി നനയ്ക്കണം. ഇവിടുത്തെ ചെടികൾ നനച്ചു തീർന്നാൽ കഴിയുമെങ്കിൽ അയൽപ്പക്കക്കാരുടെ ചെടികൾ കൂടി നനച്ചു കൊടുക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയും, ഇനിയും പറയും. നീ ഞങ്ങൾ വിളിക്കുമ്പോൾ വലിയ ജോലിത്തിരക്ക് കാട്ടുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കും വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഞാൻ കള്ളം പറയുന്നതല്ലല്ലോ. ഈ വീട്ടിലെ തിരക്ക് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? കൂട്ടുകാരി, അതറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നോട് പിണങ്ങാതിരിക്കുന്നത്. എന്നാലും ഇന്ന് നീ ഞങ്ങളോടൊപ്പം കുളിക്കാൻ വരേണ്ടതായിരുന്നു. ഇന്നെന്താ പ്രത്യേകത? പ്രത്യേകത എന്തായിരുന്നു എന്നോ? അത് പറയാൻ തന്നെ എനിക്ക് നാണമാണ്. എന്നാ പറയണ്ട. ഒരു കാര്യം ചെയ്യ, നിനക്ക് നാണം അല്പം കുറവാണെന്ന് കരുതിക്കോ. നീ പറ, എന്തായിരുന്നു ഇന്നത്തെ പ്രത്യേകത? ആര് പറഞ്ഞു എനിക്ക് നാണം കുറവാണെന്ന്? എനിക്ക് നാണം പറയാൻ. എന്നാ രണ്ടുപേരും പറയണ്ട. പക്ഷേ പറയാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ച് നിന്നോട്. നേരാ, ഇവളോട് പറയാത്ത രഹസ്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. അല്ലെങ്കിലും ചില കാര്യങ്ങൾ അത് എത്ര ഗോപ്യമാണെങ്കിലും ചിലരോടെങ്കിലും പറഞ്ഞാലേ ഒരു രസമുള്ളൂ, ഒരു പ്രത്യേക സുഖമുള്ളൂ, അല്ലേടി? എങ്കിൽ പറയൂ, ഞാൻ കേൾക്കാം. ഞാനും ഇവളും പിന്നെ നമ്മുടെ കൂട്ടുകാരികൾ എല്ലാവരും ഭൂമിയെ കുറ്റുകയായിരുന്നു. പരിസരത്ത് ആരും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചായിരുന്നു നീരാട്ട്. അതെ, വെള്ളത്തിൽ കുറെ നേരം ഇങ്ങനെ കിടന്നാലേ അസുഖം വരും. പെട്ടെന്ന് കരയിലൂടെ കയറാൻ. എന്റെ പെണ്ണെ, അങ്ങനെ എളുപ്പം വെള്ളത്തിൽ നിന്ന് കരയിൽ കയറാവുന്ന അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. അഴിച്ച് കരയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടല്ലേ മരത്തിന്റെ മുകളിൽ കയറിയത്. അയ്യോ, കണ്ണന് കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഒടുവിൽ എന്ത് ചെയ്തു?
ഇടയ്ക്ക് കയറി വന്ന് തൊഴി കൈയോടെ വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാൻ. ഓ അത്രേ ഉള്ളോ? അത്ര ഉള്ളൂന്നോ? എന്റെ പൊന്ന് പെണ്ണെ, യമുനയിൽ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത് അർദ്ധനഗ്നരായിട്ടല്ല, സമ്പൂർണ്ണ നഗ്നരായിട്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എന്തു ചെയ്യാൻ? കണ്ണൻ പറയുന്ന അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. 100 ബന്ധമില്ലാതെ നാണത്തിൽ കുനിഞ്ഞ ശിരസുമായി അവന്റെ മുന്നിൽ ചെന്ന് വസ്ത്രം വാങ്ങി വന്നു. താനി തെമ്മാടിത്തമല്ലേ കണ്ണൻ കാട്ടിയത്? ആണോ? പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. അവനെ ഞങ്ങളുടെ ഹൃദയം കണ്ടിട്ട കള്ളനാണ്. ഹേ ദ്വാപരയുഗ കന്യകേ, നീ വീണ്ടും ഈ ഉള്ളവളെ തേടി വന്നു അല്ലേ? അറിയില്ല, എനിക്കറിയില്ല. നിങ്ങളെയാണോ? നിങ്ങൾ എന്നെയാണോ തേടുന്നത്? ഞാൻ നിൽക്കുന്നത് കലിയുഗത്തിലാണ്. ദ്വാപരയുഗ കന്യകയായ നീ എന്റെ ഈ മുറിയിൽ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതെന്നെ തേടി വന്നതിന് തെളിവായില്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയമെങ്കിൽ എന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കും കരുതിക്കൂടെ? എന്നെ തേടി ദ്വാപരയുഗത്തിലേക്ക് നിങ്ങൾ വന്നതുമായി കൂടെ? അത് എനിക്ക് ഞങ്ങൾ അങ്ങനെ അല്ല. ഞാൻ കൃത്യമായ ഉത്തരം നൽകാനാകുന്നില്ലല്ലേ? വ്യക്തമായ വിശദീകരണം നാവിന് വഴങ്ങുന്നുമില്ല, ശരിയല്ലേ? ശരിയായിരിക്കും, സത്യമായിരിക്കും. പക്ഷേ ഇപ്പോഴും യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. അതാ ശടിക്കരുത്, അറിയണമെന്ന് ശടിക്കരുത്. അത് പാഴ്വേലയാണ്. ഒന്ന് മാത്രം അറിയുക, ഞാനും നിങ്ങളുമായുള്ള ഈ കൂടിക്കാഴ്ച ദ്വാപരയുഗത്തിൽ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണ്. തീരുമാനിച്ചുറപ്പിച്ചു വന്നു. ആർക്കാണ് അതിന് കഴിയുക? ആർക്കാണ് അതിന് അവകാശം? ആർക്കാണ് അതിന് ഇത്ര ചങ്കൂറ്റം? എന്ന് നീ എഴുതിയത് ആരെ കുറിച്ചോ? അവന്റെ കഴിവും തീരുമാനവും. മർദ്ദനമേറ്റുവരഞ്ഞോരെന്തൃഢമസ്തകമിപ്പോഴുയരുന്നു, രക്തകണങ്ങൾ തെറിക്കുന്നു, മിഴി കത്തുന്നു, കരൾ പൊട്ടുന്നു. നർത്തനവേദികളല്ലേ ഞാനിൻ പത്തികൾ വീണ്ടും പൊങ്ങുന്നു. കനിഞ്ഞു പുഞ്ചിരി മിന്നിക്കൊണ്ട് കണ്ണാനർത്തനമാടൂ നീ. എന്ന് കാളിയന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് നീ ആരോട് യാചിച്ചോ അവന്റെ അവകാശം? കപടമാണെപ്പോഴും ഇന്നലെ രാവിലെ കനകകവാടം തുറന്നു കയറി. അവിടെ ഞാൻ കാത്തൊരു ശുദ്ധിയും ജീവനും ഹൃദയം കവർന്നുപോയി. കളിയെല്ലാം കയ്യിൽ കുഴലുമായി വന്നെന്നെ എന്ന് നീ ആരെ കുറിച്ചാണോ കുത്തിക്കുറിച്ചത്? നമ്മുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കിയത് അവന്റെ ചങ്കൂറ്റമാണ്. എന്റെ ഉണ്ണിക്കണ്ണന് യുഗ യുഗാന്തരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ മറ്റാർക്കാണ്
കഴിയുക. എന്റെ കൃഷ്ണ, എന്റെ കാർമുകിൽ വന്ന ആരാത്? ഞാനാ ശശി നായർ. ശശിയോ? കയറി വരൂ. എന്റെ ടീച്ചറെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഗുരുവായൂരിൽ നിന്ന് വരുന്നവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് സത്യം. പക്ഷേ നമ്മുടെ സകല ദുഃഖങ്ങളും ഉത്കണ്ഠങ്ങളും പ്രയാസങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് അഭയിലേക്കാണ്. അഭയിലേക്കോ? അതെ, ടീച്ചറിന്റെ സ്വന്തം അഭയിലേക്ക് തന്നെ. അതോടെ കഴിഞ്ഞു ഞാൻ ഗുരുവായൂരിൽ നിന്ന് സമ്പാദിച്ച മുഴുവൻ സ്വസ്ഥതയും. അഭയിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എന്റെ ടീച്ചറെ, ആരൊക്കെയാ അവിടുത്തെ അന്തേവാസികൾ? മദ്യപിച്ച് മേലും കീഴും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ എണ്ണം. മാതാപിതാക്കൾക്ക് ഭാരമായി മാറിയ മറ്റു കുറെ പേർ. സമൂഹത്തിന്റെ പുഴുക്കത്തേറ്റ വേറെ കുറെ കുമാരിമാർ. ഇതൊക്കെ തന്നെ ധാരാളമല്ലേ ഒരു സാധാരണക്കാരൻ തലവനുണ്ടാകാൻ? ശശിർനാരെ, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തത് അല്ലെങ്കിൽ എല്ലാവരും പരിത്യജിക്കപ്പെട്ടതുമായ കുറെ ആൾക്കാരാണ് അഭയിൽ ആശ്രയം തേടി വന്നിട്ടുള്ളത്. അവർക്കൊക്കെ ആശ്വാസവും ആശ്രയം എങ്ങുന്നതിനേക്കാൾ വലുതായി മറ്റെന്താണുള്ളത്? ഞാൻ പറയാം. അതിലൊരുവൻ എന്നോട് ചോദിക്കുകയാണ്, ഗ്രാസ് തരാനുണ്ടാവുമോ എന്ന്. ഓ, ടീച്ചറിന്റെ പ്രകൃതി സ്നേഹം അഭേല അന്തേവാസിയും കിട്ടിയല്ലോ എന്ന് കരുതി ഞാൻ അവിടെ കണ്ട പുൽച്ചെടി എടുത്ത് കൊടുത്തു. അവനെ തല്ലിയിലെന്നേ ഉള്ളൂ. അവന്റെ ഗ്രാസ് മറ്റവനാ. എന്തിന്റെ പേരിലായാലും ശശിധരൻ നായർക്ക് ഇത് ഒരു തലവേദനയാകേണ്ട കാര്യമില്ല. ഉണ്ടോ? ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ടീച്ചറിന്റെ പ്രവൃത്തികളെല്ലാം അല്പം സാഹസമാണ് എന്ന് ഞാൻ കരുതുന്നതിൽ തെറ്റില്ലല്ലോ. ജീവിതത്തിൽ അല്പം സാഹസികതകളൊക്കെ നല്ലതല്ലേ ശശി? സാഹസികതയായാലും അതിസാഹസികതയായാലും അത് നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കുന്നത് ഫലം വരുമ്പോഴാണ്. ഫലം പോസിറ്റീവാണ് നല്ലത്, ഫലം നെഗറ്റീവാണ് ചീത്ത, അത്ര തന്നെ. ഫലം ഇച്ഛിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ കർമ്മമെന്നല്ല വിളിക്കുക, കച്ചവടമെന്ന. അതായത് ബിസിനസ്. എന്റെ കർമ്മങ്ങൾ എനിക്ക് വ്യാപാരമല്ല, ഞാൻ വ്യാപാരിയുമല്ല. ആണെന്ന് ഞാൻ പരോക്ഷമായി പോലും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. പക്ഷേ കർമ്മഫലം എന്നൊന്നില്ലേ? ഉണ്ടാകാം. പക്ഷേ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാറില്ല. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കദാചന. ശ്രീകൃഷ്ണവാക്യമാണ്. അറിയാം, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് ശുദ്ധ മലയാളം. അല്ലെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഊർജമേകാൻ ടീച്ചറിന് ഗീതാവചനങ്ങൾ കൂട്ടുണ്ടല്ലോ. അത് കൂട്ടല്ല, കവചമാണ്, രക്ഷാകവചം. ശരിയും തെറ്റും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ ആരെയും സഹായിക്കുന്ന രക്ഷാകവചമാണ് ഗീതാവചനം. ആരെയും മുഖം നോക്കാതെ വിമർശിക്കുന്ന എനിക്ക് അത് അരുളുന്ന കരുത്ത് ചില്ലറയല്ല. അക്കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകാൻ ഇടയില്ല. അധികാര കസേരിക്കുന്നതിന്റെ രാഷ്ട്രീയമോ ലിംഗമോ നിറമോ നോക്കാതെ വിമർശിക്കാൻ ടീച്ചറോട് കഴിഞ്ഞിട്ടുള്ളത് ലളിതമാണ്. അതുകൊണ്ടുണ്ടായ നേട്ടം ആജീവനാന്ത പ്രതിപക്ഷമായിരിക്കാനുള്ള യോഗം. ദോഷം പറയല്ലോ. അതുകൊണ്ട് വികസന വിരോധി എന്നൊരു പേര് കൂടി സർവ്വ ഭരണക്കാരൻ ടീച്ചർ ചാർത്തി നിന്നിട്ടുണ്ട്. അത് അരമന രഹസ്യമൊന്നും അല്ലല്ലോ, അങ്ങാടി പാട്ടല്ലേ. എന്തിനെ വിമർശിക്കുന്നവരെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാ? ശരിയാ, സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ടീച്ചർ എതിർത്തു. ആതിരപ്പള്ളി പദ്ധതിയും ടീച്ചർ എതിർത്തു. ഇതിനെല്ലാം പുറമെ ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവന്ന ശ്രമങ്ങളെയും ടീച്ചർ നഖശിഖാന്തം എതിർത്തു. ഞാൻ അത് നിഷേധിക്കുന്നില്ല. വികസനത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും നമ്മുടെ ഈ കൊച്ചു സ്വർഗത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എത്രത്തോളം വലുതാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു ഞാൻ അതിനെ എതിർത്തത്. പദ്ധതിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് മാത്രമായിരുന്നില്ല എന്റെ വിഷമം. പുനരധിവാസത്തിന് സാധിക്കാതെ പോകുന്ന മിണ്ടാ പ്രാണികൾക്കും സസ്യങ്ങൾക്കും മലിനമാക്കപ്പെടുന്ന അന്തരീക്ഷത്തിനും മറ്റെന്ത് നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മളെ കൊണ്ടാകുമായിരുന്നു ശശിധരനായരെ എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പോരാടി അവസാന ശ്വാസം വരെ പോരാടിക്കൊണ്ടേയിരിക്കും. എന്റെ ജീവിതം എന്റെ പോരാട്ടങ്ങളുടെ കഥയാണ് ശശിധരനായരെ. ഒരു തുടർക്കഥ, അവസാനമില്ലാത്ത തുടർക്കഥ. ടീച്ചർ ഇതുവരെ
കാരണം ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല. പോയിട്ടുള്ളപ്പോ തന്നെ ഒന്ന് തൊഴുതു മടങ്ങാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കണ്ണിനെ തൊട്ട് തൊഴാനായിട്ടില്ല. എന്തായാലും ശശിധരനാർക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. എല്ലാ മാസവും ഒരു ദിവസം ഗുരുവായൂർ പോകാൻ കഴിയുന്നുണ്ടല്ലോ. ആരോഗ്യം ക്ഷയിക്കുന്നവരെ അങ്ങനെ പോകാനൊക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. ദീർഘദൂര യാത്രകളൊക്കെ പ്രയാസമായി. ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് 1000 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നല്ലോ. എല്ലായിടത്തും ഓടി എത്തണമായിരുന്നു. ആ ഓട്ടമൊന്നും സ്വന്തം നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ലല്ലോ, അന്യരുടെ കണ്ണീരൊപ്പാനായിരുന്നില്ലേ. ഇതിനെയാണ് മാനവ സേവ, മാധവ സേവ എന്ന് പറയുന്നത്. ടീച്ചർ വിഷമിക്കണ്ട, മാധവൻ എല്ലാം അറിയുന്നു. എന്നാ ടീച്ചർ ഞാൻ ഇറങ്ങട്ടെ. ശശിധരൻ നായർ എന്താ പറഞ്ഞത്? മാധവനെല്ലാം അറിയുന്നുണ്ടെന്നോ? മാധവനെല്ലാം അറിയുന്നുണ്ട് പോലും. അറിയുന്നോ മാധവ ഈ ദാസിയെ? നീലചന്ദ്രനായി നടുവിൽ നിൽക്കെ ചുറ്റുമാലോലമാലോല വിളങ്ങി ആടിയുലയും ഗോപസുന്ദരികൾ തല്ലാസ്യ മോടികളുലാവിയൊഴുകുമ്പോൾ കുസൃതി നിറയും നിന്റെ കുഴൽവിളിയുടൻ മദദ്രുതതാളമാർന്നു മുറുകുമ്പോൾ കിലുകിലെ ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമൊടിടഞ്ഞു ചിതറുമ്പോൾ തുകിലൊഴികൾ പൊന്മീകൾ തരിവളയണിക്കൈകൾ മഴവില്ലു ചൂളെ വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞണിമല കുല പൊഴിഞ്ഞൊരു നാടുമാടിയിട്ടില്ല. നടനമാടി തളർന്നംഗങ്ങൾ തൂവേർന്നു പുതിയവേ പൂമരം ചാരി ഇളകുന്ന മാറിൽ കിടപ്പോടെ നിൻമുഖം കൊതിയാകു നോക്കിയിട്ടില്ല. കൃഷ്ണ നിപുണയാം തോഴി വന്നെൻ പ്രേമദുഃഖങ്ങൾ അവിടുത്തോടോതിയിട്ടില്ല. തരളവിപിനത്തിൽ കുഞ്ചത്തിൽ വെൺമലരുകൾ മതിച്ചു വിടരുമ്പോൾ അകലത്തിൽ കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ചകിതയായി വാണിട്ടുമില്ല. കൃഷ്ണ നീ വീണ്ടും എത്തിയോ? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. സ്വർണ്ണത്തിളക്കമുള്ള കണ്ണുകളിൽ ആർദ്രമായ കാമുകീ ഭാഗം, മൃദുലമായ കവിളുകളിൽ ലജ്ജയുടെ സിന്ദൂരവർണ്ണം, ആരുടെയോ ചുംബനം കൊതിക്കുന്ന ചുണ്ടുകളിൽ ദാഹനീര്. പറയൂ, നീ ആരെയാണ് തേടുന്നത്? ആരാണ് നിന്റെ രഹസ്യ കാമുകൻ? എനിക്ക് മാത്രമായിട്ട് ഒരു കാമുകനില്ല. എന്റെ കാമുകൻ എല്ലാവരുടെയും കാമുകനാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പോലും കാമുകനാണ്. ഛെ, പതുക്കെ. എന്തായി പറയുന്നത്? ആരെങ്കിലും കേട്ടാ ഇതിനെ പറ്റി എന്താ കരുതുക? പതുക്കെ പറഞ്ഞാലും ഉച്ചത്തിൽ പറഞ്ഞാലും കാമുകൻ കാമുകൻ അല്ലാതാകുമോ? എന്റെ കൃഷ്ണ, ഈ പ്രായത്തിലും എന്നെ വെറുതെ വിടില്ലെന്നാണോ നിന്റെ ഭാവം? ദേശവും ഭാഷയും ദേശവും വർണ്ണവും ഒന്നും പ്രശ്നമാകാത്ത പ്രണയത്തിന് പ്രായം ഒരു പ്രശ്നമാകുമോ? നിന്റെ വാദം നല്ലത്, വാക് സാമർഥ്യവും കേമം. പക്ഷേ
ഇവയ്ക്കിടയിൽ സത്യമുണ്ടോന്നൊരു സംശയം. കടലിന്നു മഴയുണ്ട്, മഴവില്ലുവാനീരുണ്ടടവിക്കു രാപ്പൂക്കളേറെയുണ്ട്. മരുമണൽ ചൂടിനു നീരൊഴുക്കുന്നെന്റെ കരളിലോ തീവ്രാനുരാഗമുണ്ട്. ഇത് എഴുതിയതും പാടിയതും ഞാനല്ല. അത് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ചില വരികൾ. നിങ്ങൾ മനസ്സിൽ തോന്നിയത് മഷിയാൽ എഴുതും. പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതാൻ എനിക്ക് താഴെയോലകളില്ല, നാലായുമില്ല. പറഞ്ഞറിയിക്കാൻ അവന്റെ കാതുകൾ പോലും എന്റെ അരികിലില്ല. അവൻ എന്നെ അറിയില്ല, എന്നെ മാത്രം അറിയില്ല. എങ്കിലും നിങ്ങൾ എന്നെ അറിയുന്നുവല്ലോ. ഞാൻ അറിയുന്നു ഗോപിക നിന്നെ. നിങ്ങൾ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. കാരണം ദ്വാപരയുഗത്തിലെ ഞാൻ തന്നെയാണ് കലിയുഗത്തിലെ നീ. എന്തായി പറയുന്നത്? ഞാൻ നീയാണെന്നോ? അല്ല, നീ ഞാനാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗോപിക. വാർദ്ധക്യത്തിന്റെ ഇരുൾ വീണ കണ്ണുകൾ ഇപ്പോഴും ജ്വലിക്കുന്നു. വിറയാർന്ന വിരലുകൾക്കിടയിലിരുന്ന് തൂലിക കുറിക്കുന്നത് ഇപ്പോഴും വടിമുത്ത അക്ഷരങ്ങൾ. ബുദ്ധിമുട്ടിക്കുന്ന ശ്വാസനിശ്വാസങ്ങളിൽ അനുരാഗത്തിന്റെ താപം. ഇനി പറയൂ, നീ ഞാൻ തന്നെയല്ലേ? ആണോ? ആയിരിക്കും, ആയിരിക്കും. അല്ല, ആണ്. അതുകൊണ്ടാവും നിന്റെ നൊമ്പരങ്ങൾ എന്നെ കണ്ണീരിലാക്കുന്നത്. നീ ഞാൻ തന്നെ ആകണം. ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. നീ അറിഞ്ഞോ? കണ്ണൻ നമ്മെ വിട്ട് പോവുകയാണ്. എങ്ങോട്ട്? എന്തിന്? എങ്ങോട്ടെന്നോ? മധുരയ്ക്ക് ധനുർയാഗം കാണാൻ. ധനുർയാഗം കാണാനോ? കംസമഹാരാജയുടെ കൽപ്പനയാണ് കുട്ടികൾക്ക് നടക്കുന്ന ധനുർയാഗം കാണാൻ കൃഷ്ണനും പരിവാരങ്ങളും ചെല്ലണമെന്ന്. കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോകാൻ രഥവുമായി ആളെത്തി കഴിഞ്ഞു. ആളല്ല, അസുരൻ, അക്രൂരൻ. എത്ര സന്തോഷത്തോടെ വൃന്ദാവനത്തിൽ കഴിഞ്ഞതോ നമ്മൾ. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചില്ലേ? സത്യം പറയട്ടെ, ഞാൻ കണ്ണനുമായി ഹൃദയപൂർവ്വം അടുത്തു വരികയായിരുന്നു. നീ അടുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞാൻ എന്നേ അവനുമായി അടുപ്പത്തില്ല. രണ്ടാളും കൂടി എന്തൊക്കെയാ പറയുന്നത്? അടുപ്പത്തിലാണെന്നോ? ആരോട് അടുപ്പം കാണിച്ചു? എപ്പോൾ? എന്തിനു കാണിച്ചു? അയ്യോ, ഇവളോട് ഇത് പറയാൻ തുടങ്ങിയ നമ്മളാണ് വിഡ്ഢികൾ. നേരാ, കണ്ണനെ കുറിച്ച് ഇവർക്ക് എന്തറിയാം? അവനെ കാണാൻ നമ്മളോടൊപ്പം ഇവൾ വൃന്ദാവനത്തിൽ വന്നിട്ടുണ്ടോ? അവനോടൊപ്പം ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കാൻ ഇവൾ മെനക്കെട്ടിട്ടുണ്ടോ? ഇല്ല, ഇവൾക്ക് നമ്മുടെ വേദന മനസ്സിലാകില്ല. ഈ നാട്ടിലെ പുൽച്ചാടിക്കും പുൽക്കുടിക്കും പോലും അവന്റെ വേർപാട് താങ്ങാനാവില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമാ ഞങ്ങൾക്ക് അവനോട്. അവനിപ്പോൾ രഥത്തിൽ കയറിയിട്ടുണ്ടാകും. അവനെ ഒരു നോക്ക് കൂടി കാണണമെങ്കിൽ ഇപ്പോൾ പോകണം. നീ വാ. ഇവൾ ഇവിടെ കുടിലിൽ കുത്തിയിരുന്ന വീട്ടുകാരെ നോക്കട്ടെ. എന്റെ കൃഷ്ണ, അവൻ പറഞ്ഞു പോയത് നീ കേട്ടില്ല. നിന്നെ ഓർമ്മിക്കാത്ത ഒരു നിമിഷമെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിന്റെ മുൻപിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചെറുതും വലുതുമായ വീട്ടുകാര്യങ്ങൾ ഞാൻ എക്കാലവും ബന്ധനയായിരുന്നു. ആ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് എന്റെ മനസ്സ് നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. കാളിന്തി തീരങ്ങളിൽ നീ കാലികളെ വെച്ച് നടന്നപ്പോൾ നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഒരു നിശബ്ദ സാന്നിധ്യമായി. നിന്റെ കുസൃതികളെ കുറിച്ച് കൂട്ടുകാരികൾ പറഞ്ഞ ഓരോ കഥയിലും പങ്കാളിയാകാൻ കഴിയാതെ പോയത് ഞാൻ ഒഴികെ കണ്ണീരിന് കണക്കില്ല. പക്ഷെ കൃഷ്ണ, നീ ഒന്നും അറിഞ്ഞില്ല. ഇപ്പോൾ കയ്യാലത്തിൽ നിന്ന് മധുരയുടെ കാണാ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നിന്നോടൊപ്പം വരാൻ ഞാനും കൊതിക്കുന്നു കണ്ണ. നിന്റെ ശിരസ് എന്റെ മടിയിൽ വെച്ച്, അല്ലെങ്കിൽ നിന്റെ തോളിൽ തല ചായച്ച് നിന്നോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും കൊതിക്കുന്നു കണ്ണ. പക്ഷെ പക്ഷെ നീ എന്നെ അറിയുന്നില്ലല്ലോ കണ്ണ. ഹേ ഗോപിക, ഈ ദുഃഖം എന്റെ ദുഃഖം തന്നെയാണ്. ഇന്നും ഞാൻ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ച ആരിലെ കൃഷ്ണന്റെ രൂപം കയ്യെത്തി തൊടാനായുമ്പോ അകന്നകന്നു പോകുന്ന മായക്കണ്ണൻ
പ്രകൃതിയെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. പർവ്വതങ്ങളെ പൂജിക്കാൻ പഠിപ്പിച്ച മഹാഗുരു. മുഴന്തണ്ടിൽ ഉറങ്ങിക്കിടന്ന വിസ്മയനാദത്തെ ചുണ്ടുകളാൽ ചുംബിച്ചുണർത്തിയ സംഗീത സാമ്രാട്ട്. മലിനമാക്കപ്പെട്ട കാളിന്തിയെ നിർമ്മലയാക്കിയത് എന്നെയും നിന്നെയും കണ്ണ്. അവൻ എന്റെ ഭക്തി തിരിച്ചറിഞ്ഞിരുന്നു. അറിയില്ല, എനിക്കറിയില്ല. അവന്റെ സ്നേഹത്തിന്റെ രഥചക്രം നിന്നിൽ നിന്നും അകന്നു പോയതുപോലെ എന്നിൽ നിന്നും പുതിയ അവൻ എന്നെ നിന്നെ തിരിച്ചറിയാതെ പോവുകയാണോ? രഥചക്രഘോഷം കുളമ്പൊച്ച ഞാനെന്റെ മിഴിപൊക്കി നോക്കിടും നേരം ചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ തിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ വീണു നീ പിറകെ കുതിക്കുന്നു പൈകൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ. അതാ അവൻ പോകുന്നു. ആ രഥത്തിൽ അക്രൂരനോടൊപ്പം. അവൻ നിന്നെ ഒന്ന് നോക്കുന്ന കൂടി സാരമില്ല, ഞാൻ കാണുന്നുണ്ട്. എന്റെ കണ്ണ് നിറയെ ഞാൻ അവനെ കാണുന്നുണ്ട്. എന്റെ മനസ്സ് നിറയെ ഞാൻ അവനെ കാണുന്നുണ്ട്. എങ്കിലും അവൻ എന്നെ മാത്രം അറിയാതെ പോവുകയാണോ കൃഷ്ണ? ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കെ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ, നിൻ രഥമെന്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്രം നിൽക്കുന്നു. സ്വാമികേ, അതാ ആ രഥം നമ്മുടെ കുടിലിന് മുന്നിൽ നിൽക്കുന്നു. അതാ അവൻ നിന്നെ അല്ല നമ്മളെ നോക്കുന്നു. കണ്ണീർ നിറഞ്ഞ